വലിയ ടീം. അപ്പോൾ അങ്ങനെ തന്നെ പറയാം, കിട്ടിയ ടീം. അത് അവരെ വരെ തോൽപ്പിച്ച് ഫൈനൽ എത്തിയ ഒരു ടീം. സത്യം പറഞ്ഞാൽ ഒരുപാട് കടമ്പകൾ പോർച്ചുഗൽ അങ്ങനെ വമ്പൻ ടീമുകളൊക്കെ തോൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്പെയിൻ ഫൈനലിലേക്ക് എത്തിക്കുന്നത്. സോ സ്പെയിനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു മത്സരത്തിലും ഇപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് ഒരു ടഫ് എന്ന് പറയാൻ പറ്റുന്ന ഒരു താരം എന്ന് പറഞ്ഞാൽ സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ യുനൈ സിമോൺ എന്ന് പറയുന്ന കീപ്പറാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾഡൻ ക്ലബിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അത്രയും കിഡിലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മാത്രമല്ല സ്പെയിനിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കാരണക്കാരനായ ഒരാൾ കൂടിയാണ്. കാരണം അത്രയും മത്സരങ്ങൾ തോൽക്കാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പവർ തന്നെയാണ്. അതായത് ഒരുപാട് സേവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഗോള് വഴങ്ങിയത് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ മാത്രമാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഒരു കിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഈ സ്പെയിനിൻ്റെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളി എന്ന് തന്നെ വേണമെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവർ പെഡ്രി ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് യമാലിനെ പറ്റി. യമാലിൻ്റെ പെർഫോമൻസിനെ പറ്റി ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാർസലോണയുടെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ യമാലിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓക്കെ, യമാല് എന്തായാലും ഒരു കിടിലം ഗോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു മത്സരം എനിക്ക് തോന്നുന്നു ബാറ്റിങ് കാര്യങ്ങളൊക്കെ വരും. മത്സരം എന്തായാലും ഒരു ചൂട് കൂടി ചുവപ്പ് കാർഡും മഞ്ഞ കാർഡും ഒക്കെയുള്ള കിടിലൻ ദിക്കാച്ച് മത്സരം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പം സ്പെയിനിൻ്റെ ഫോർമേഷൻ നമ്മൾ നോക്കുമ്പം 4-1-2-3 ഒരു ഫോർമേഷനും 4-2-3-1 ഒരു ഫോർമേഷനും കാണുന്നത്. അപ്പോൾ ഇതിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4-1-2-3 എന്ന ഒരു ചെറിയൊരു ഫോർമേഷനിലാണ് നമ്മൾ ഇന്ന് മത്സരം കാണാൻ പോകുന്നത്. സോ ആ ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും അവരിൽ ഉണ്ടാവുക. പിന്നെ ഈ ഒരു രണ്ട് ടീമിനെ നമ്മൾ കോംബോ ചെയ്യുകയാണെങ്കിൽ, അതായത് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസിൽ മുന്നോട്ട് പോകുന്ന ടീമാണ്. ഒരു കോൺഫിഡൻസ്, അതായത് ആരാധകർക്കൊക്കെ വേണ്ടി കളിക്കുന്ന ഒരു കളി നല്ല രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു കളി അൺപ്രഡിക്റ്റബിൾ ആക്കാൻ കഴിയുന്ന ഒരു ടീം മേക്കിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കളിയും ഗോളും വേണമെന്നുണ്ട്. പിന്നെ പ്രതിരോധത്തിൽ ചെറിയ പിഴവിലായിരിക്കാം അതിൽ കാരണം പ്രതീക്ഷിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ കളിയും ഗോൾ അടിക്കുന്നത് അതൊരു പ്ലസ് പോയിൻ്റാണ്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ ഒരു 50 മിനിറ്റിന് ശേഷം, അതുപോലെ 80 മിനിറ്റിന് ശേഷമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഗോൾ വന്നിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പം എന്തായാലും ഒരു കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഇത് നമ്മൾ സ്പെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾ വഴങ്ങിയത് കുറവാണ്. ഗോൾ